റിയുമോ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകനും അവിടുത്തെ സ്വഹാബത്തും അവിടുത്തെ താബീങ്ങളും അവിടുത്തെ തബഅ താബീങ്ങളും അവിടുത്തെ ഇമാമമാരും അവിടുത്തെ ഔലിയാക്കന്മാരും അവിടുത്തെ ഔലിയാക്കന്മാരും അവിടുത്തെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന ഈ സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് കരുതിയോടാ പൊന്നുമോനെ? അല്ലാഹു പറയുന്നു, ഇല്ല മോള്, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടൂല. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടൂല. അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും നീ അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹു പറയുകയാ, അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ ഏതെന്നറിയുമോ? അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ ഏതെന്നറിയുമോ? എനിക്കോ ചെറുപ്പക്കാരാ, ആരെയും കുറ്റപ്പെടുത്തണ്ട, ആരെയും പരാതി പറയണ്ട, ഒരാളെ കുറിച്ചും നമുക്ക് മോശമായത് പറയണ്ട. ഇത് അല്ലാഹു പറഞ്ഞതാണ്, ഇത് നമുക്ക് തരുമെന്ന് പടച്ചവനാ പറഞ്ഞത്. അതുകൊണ്ട് ഈമാനിനെ നീ വർദ്ധിപ്പിച്ചോ, ഈമാൻ ശരിയാക്കിക്കോ. ഇത് അല്ലാഹു നിന്റെ ഈമാനിനെ അളക്കാൻ, നിന്റെ ഈമാൻ അളക്കാൻ അല്ലാഹു നിനക്ക് തരുന്ന പരീക്ഷണമോ. ഒന്നാമത്തെ പരീക്ഷണമേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ഹൃദയത്തിൽ ഭയം തരുമെന്ന് നബി മുഹമ്മദിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് ഭയം തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, പേടിച്ചു പേടിച്ചിങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ. ഇന്ന് നമ്മളൊക്കെ പടച്ചവര് വല്ലാതെ ഭയത്തിലാണ്. അല്ലെങ്കിൽ അല്ലാഹുവേ, ശത്രുക്കളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടുമ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്നതാരാ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചതാരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കൂ. ഒരു രാത്രി പോലും സമാധാനമായിട്ട് മുത്തുനബി ഉറങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, വർഷങ്ങളോളം അല്ലാഹുവിന്റെ പ്രവാചകന്, അല്ലാഹുവിന്റെ റസൂല് നേരെ സമാധാനത്തോടുകൂടി ഒരു രാത്രി പോലും ഉറങ്ങാത്ത രീതിയിലുള്ള ഭയമായിരുന്നു. നാല് ഭാഗത്തും ശത്രുക്കളാണ്. എന്തിനു മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ ശത്രുക്കൾ മുഴുവനും പ്രവാചകനെ കൊല്ലുന്നതിന് വളർന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളർന്നിരിക്കുകയാണ്. മുത്തുനബി പ്രവാചകനുണ്ടല്ലോ, അവസാനം കടന്നിരുന്ന സ്ഥലത്ത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ ഒരു ആയത്തുണ്ടല്ലോ, ഒരൊറ്റ ആയത്തോതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ടതാ തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളുടെ മുഖത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ചരിത്രം കേൾക്കുന്നവരാ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ ചുമലിലേക്ക് കേറി നബിയേ, എന്റെ ചുമലിലേക്ക് കേറി നബിയേ. അങ്ങാണം നടന്നു പോയാൽ നമ്മുടെ കാലിന്റെ അടയാളം കണ്ടുപിടിച്ചിട്ട്, നമ്മുടെ കാലിന്റെ അടയാളം നോക്കിയിട്ട് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിൽ കയറ്റിയിട്ട് നമ്മൾ നടക്കുന്നത് പോലെയല്ല അബൂബക്കർ തങ്ങൾ നടന്നത്. ഒരു കാലിങ്ങനെ വെക്കും,
വിൽക്കും, രണ്ടാമത്തെ കാൽ ഇങ്ങനെ വിൽക്കും. ഇതാ മുന്നോട്ട് നടക്കുകയാണ്. പിന്നെ അടയാളങ്ങൾ മാറ്റുകൾ എന്നിട്ടു അല്ലാഹുവിന്റെ പ്രവാചകനുമായി കടന്നുപോയി. മുത്തുനബിയുടെ കൂടെ കടന്നുപോയിട്ട് അവസാന ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മദീനത്തേക്ക് കടന്നുപോയ ചരിത്രം പഠിക്കുന്നവര് അല്ലാഹുവിന്റെ പ്രവാചകന് ഭയന്നാണ് ജീവിച്ചത്. അന്നത്തെ സ്വഹാബത്തിന്റെ ജീവിതം അത് തന്നെയാണ്. എവിടെ നോക്കിയാലും അക്രമമാണ്, എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, കണ്ടോ നബിയേ, എന്റെ മാംസങ്ങൾ അവർ കുത്തിയെടുത്ത് നബിയേ, പഴിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് അവിടത്തെ കാലിന്റെ മാംസമുണ്ടല്ലോ, അവിടെ നിങ്ങനെ പഠിപ്പിച്ച കമ്പി കൊണ്ട് കുത്തിയെടുത്തിരിക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ വന്ന് കാണിക്കുകയാണ്. എന്നാണ് നബിയെ ഇതിനൊരു അവസാനമുണ്ടാകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സ്വഹാബി കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ. സഹാബാ, ബനൂ ഇസ്രായേലിലെ ജനങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവന്ന്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി. എന്നിട്ട് ഈർച്ചവാളുണ്ടല്ലോ, മരം മുറിക്കുന്ന വാള് കണ്ടിട്ടുണ്ടല്ലോ. ഇന്ന് പടച്ചവനെ എത്ര വലിയ മരവും നിസാരമായി സെക്കൻഡുകൾ കൊണ്ട് മുറിച്ചു കളയുന്ന മിഷീൻ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് മുസ്ലിമായ മനുഷ്യന്റെ നെടുന്തലയിൽ വെക്കുകയാണ്. അവന്റെ തലയുടെ മധ്യഭാഗത്ത് വാള് വെച്ചിട്ട് ചോദിക്കും, നീ പിന്മാറുന്നുണ്ടോ? അല്ലാഹുവേ, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കഷ്ടമായി മുറിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പ്രയാസമാ. ഭയന്ന് ജീവിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്നതുണ്ടല്ലോ, ജീവനോടെ കത്തിക്കുകയാണ്, ജീവനോടെ കത്തിച്ച് കളയുകയാണ്. പടച്ച റബ്ബിന്റെ ദീനിനെ വലിച്ചെറിയാത്തതിന്റെ പേരില് ജീവനോടെ മനുഷ്യനെ കത്തിക്കുകയാണ്. തൊപ്പിയിട്ടവനുണ്ടല്ലോ, താടി വളർത്തിയവനുണ്ടല്ലോ, എവിടെ കണ്ടാലും പടച്ചവര് അവന്റെ വസ്ത്രത്തോട്, അവന്റെ താടിയോട് അവരെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാൻ കഴിയുമോ അതുപോലെ പല അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മൾ ആരെയാ ഭയക്കേണ്ടത്? നമ്മളൊരാളെയും ഭയക്കണ്ട. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമുക്ക് ആരെ ഭയക്കാനാ? ജനിച്ചപ്പോഴേ ബാങ്ക് കൊടുത്തിരിക്കുന്നു, ഇഖാമത്ത് കൊടുത്തിരിക്കുന്നു. എന്തിനെന്നറിയുമോ? നീ മരിച്ചാ ബാങ്ക് വിളിക്കാൻ സമയമില്ല, നീ മരിച്ചാൽ ഇഖാമത്ത് കൊടുക്കാൻ സമയമില്ല. പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന് വേണ്ടി നേരത്തെ അവിടെ നിന്ന് പറയണം, മരിക്കുന്ന സമയത്ത് എനിക്ക് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നടു റോഡിലെത്തി തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, അത് തീ കൊളുത്തിയാൽ, ഇനി എന്തൊക്കെ ചെയ്താലും മനുഷ്യ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എനിക്ക് മരണത്തെ പേടിയില്ല, എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്തിനാ പെങ്ങളെ ഭയക്കുന്നത്? എന്തിനാ പെണ്ണെ നീ ഭയന്നു പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിനക്ക് പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, നിനക്ക് പറയാൻ ഒരുപാട് പാരമ്പര്യമുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഒരു മകനെയും തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് ശത്രുക്കളെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി ഒരു ഭാര്യയെ ഭർത്താവിനെയും തന്റെ പൊന്നാര മകന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നതിന്റെ പേരിലാ, അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ അവസാനം തല്ലി ചതച്ചിട്ട് മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ ശത്രുക്കൾ തല്ലി ചതയ്ക്കുകയാ. എന്ത് പറഞ്ഞിട്ടും ഇസ്ലാം മതത്തിൽ നിന്ന് പിരിഞ്ഞു വരാതെ വരുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്, അതാ തീ കത്തിക്കുകയാണ്. എന്നിട്ട് റബ്ബേ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മൂന്ന് ഭാര്യയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ? ഒരു തീ കത്തിച്ചിട്ട് സുമയ്യ ബീബിയുടെ ഭർത്താവിനെ കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. സുബ്ഹാനല്ലാഹ്, അതാ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തലകീഴായി കെട്ടിയിറക്കുമ്പോ അവിടത്തെ ശരീരം മുഴുവനും പച്ചയിറച്ചി ഇങ്ങനെ കത്തുകയാണ്. ശരീരത്തിലേക്ക് തീയെന്ന് പടർന്നു പിടിക്കുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഓടി ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് തുള്ളി വെളിയിലേക്ക് ഇടുകയാ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിളിച്ചു പറയുകയാ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. മുത്തുനബി കാഴ്ച കണ്ടാണ് കിടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഈ രംഗം ഇങ്ങനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞു, സുമയ്യ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ. മുത്തുനബി അവിടെന്ന് പറയുമ്പോ സുമയ്യ ബീബി എന്ന മുസ്ലിം പെണ്ണുണ്ടല്ലോ, കത്തിക്കരിഞ്ഞ ശരീരവുമായി മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് അവിടെന്ന് വിളിച്ചു പറയുകയാ, ഇവന്മാര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുന്ന ഭാര്യ. ശത്രുക്കള് സുമയ്യ ബീബി ഉണ്ടല്ലോ, അബൂജഹൽ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയെ ചവിട്ടി തറയിലിട്ടു. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ ഒരു പഴുപ്പിച്ച കുന്തമെടുത്തിട്ട് സുമയ്യ ബീബിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കി. വയറ് പൊളിച്ചിട്ട് കമ്പിയതാ കുന്തം വെളിയിലേക്ക് വന്നു, ചവിട്ടി തറയിലിട്ടു. അതാ മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. അബൂജഹൽ കാലെടുത്തിട്ട് സുമയ്യ ബീബിയുടെ തലയിലെ ചവിട്ടി മണ്ണിന്റെ അകത്തേക്ക് ചവിട്ടി താഴ്ത്തി. അപ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ശത്രുക്കൾക്ക് വല്ലാത്ത കോപം വന്നു. സുമയ്യ ബീബിയെ പിടിച്ച് മലർത്തിക്കിടത്തി. ആ കുന്തം വലിച്ചൂരിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖ്യഭാഗത്തേക്ക് ആഞ്ഞു കുത്തിയിട്ട് അവിടുന്ന് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും പെണ്ണെ പറഞ്ഞടി, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞ് തോറ്റുകൊടുക്കരുത്. നമ്മൾ മുസ്ലിമീങ്ങളാ, നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ. എന്റെ പ്രിയമുള്ളവര്, ഈ ചരിത്രമൊക്കെ വെറുതെയല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, കിതാബുകളിൽ വെറുതെയല്ല എഴുതി വച്ചിരിക്കുന്നത്, പഠിക്കാനാടി പൊന്നുമോള്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ ഇത് അല്ലാഹു തരുന്ന ഒരു പരീക്ഷണമാണ്. ശത്രുക്കൾ
കെട്ടാകട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ. ആരൊക്കെ ഒരുമിച്ചാലും നമുക്കിവിടെ ഒന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താൽ ഇവിടെ കത്തിക്കുകയോ കരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾ ആരെയും ഭയപ്പെടണ്ട. കാരണം നമ്മൾ ജീവിക്കാമെന്ന് എഴുതി വെച്ചിട്ട് വന്നവരല്ല. അതുകൊണ്ട് നമ്മളൊക്കെ യാത്രക്കാരാ. പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കെട്ടിലെന്ന വാഹനമങ്കാ പവറുള്ളത് ആറ്റം ബോംബിനല്ല, ആറ്റം ബോംബിനല്ല. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു പിടി മണ്ണുണ്ടല്ലോ, അത് ആറ്റം ബോംബിനെക്കാളും പവറുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം അലാ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം ഭയം കൊടുക്കും എന്ന് പറഞ്ഞ ഞാനിപ്പോ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ് എവിടെ നോക്കിയാലും എടാ നീ മുസ്ലിം ആയവനെ കത്തിക്കുന്നു, കത്തിക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ കേട്ട് ഇങ്ങനെ നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ നമ്മുടെ ഈമാൻ നോക്കുക, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ അള്ളാഹുവിലേക്ക്. കാരണം പടച്ച റബ്ബ് നമ്മുടെ മുന്നിലുള്ളപ്പോ പിന്നെ എന്തിനാ മനുഷ്യ ഭയക്കണേ, എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അള്ളാഹുവിനെ ഭയന്നിട്ട് ജീവിക്കും. ലോകത്തൊരുത്തരെയും ഭയക്കരുത്, ലോകത്ത് ഒരു ശക്തിയെയും ഭയക്കരുത്. അള്ളാഹിനെ മാത്രം ഭയന്ന് ജീവിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരോ രാജ്യം ഭരിക്കട്ടെ, നമുക്കിവിടെ എന്താ? ഓം ഭരിച്ച ഇവക്കെന്താപ്പ, ഓം ഭരിക്കട്ടെ. അള്ളാഹു വിധിച്ചതുപോലെ വലിയ കാര്യങ്ങൾ നടക്കും. ഓം ഭരിക്കട്ടെ. ഇനി അവനെക്കാളും വലിയവൻ വരും. നീ വിചാരിച്ച ഓസിനങ്ങ് സ്വർഗത്തിൽ പോകാൻ വിചാരിച്ചു നമ്മളൊക്കെ ഈ കിതാബിലൊക്കെ എഴുതിയിട്ട് അള്ളാഹുവേ ബദറും മുഹദും ഹന്തക്കും ഖൈബറും തബൂക്കുമോ സഹാബത്തിന്റെ ചരിത്രമൊക്കെ പറയുമ്പോ കേൾക്കാൻ നല്ല രസാ. അവര് കിടക്കണ സ്വർഗമാ മോനെ, നീയും ചോദിക്കണം. ഓസിന് കയറിപ്പോള്ള സ്ഥലവാ. അവരനുഭവിച്ചതിന്റെ 4/1 അനുഭവിക്കണ്ടേ? അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അല്ലാഹല്ലേ ചോദിച്ചേ, ഇതൊക്കെ അനുഭവിക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റും? ഇതൊക്കെ അനുഭവിക്കണം. ഇതൊന്നുമല്ല മ്യാൻമറൊക്കെ പറഞ്ഞവരൊക്കെ ഇനി നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് വരാൻ പോണേ. എന്താ വിചാരിച്ച് ഇന്ത്യയുടെ പുറത്ത് നടക്കണം, അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിവിടെ നിരന്തരം നമ്മളെ തേടി എല്ലാം വരാൻ പോകുക. ഇതൊക്കെ വന്നേ പറ്റൂ, എങ്കിലേ ഈ ആകാശം നമ്മുടെ തലയിലേക്ക് വീഴത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ലോകം അവസാനിക്കണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നടക്കണം. അല്ലാതെ എപ്പോഴാ അള്ളാഹുവെ പഠിച്ച് ഇമാം മഹ്ദി വരുന്ന എപ്പോഴാ കാത്തിരിക്കാം? മഹ്ദി വരണമെങ്കിൽ അതിന് മുമ്പ് ചിലതുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാലം വരാൻ പോകുക, അതിന്റെ തുടക്കവാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവനവന്റെ കാര്യം നോക്കിക്കോ, ഈമാൻ ശരിയാക്ക, അത്രേ ഉള്ളൂ. നിന്റെ കാര്യം നീ നോക്ക്, ഈമാൻ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ നോക്ക്. അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ അള്ള കയ്യിലുള്ള കാലത്തോളം നീ പേടിക്കണ്ട. അള്ളാഹിനെ വിട്ടാ നീ ഭയപ്പെടേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിർ. ഒരു പിടി മണ്ണ് വാരിട്ട് ഒറ്റയേറെ ഇറങ്ങിപ്പോവാ. കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയെ ഗുഹയ്ക്കകത്ത് പോയി ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വിറയ്ക്കാ. ഗുഹയ്ക്കകത്തിരുന്ന് വിറയ്ക്കാ. നബിയെ, ഓന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാ. പ്രവാചകനോട് പറയുന്ന, നബിയെ, അവന്റെ കാലി നോക്കിയ നമ്മളെ കാണും. നബിയും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മുകളിൽ ശത്രു വാളും അവന്റെ വാളിന്റെ പ്രകാശം ഗുഹയ്ക്കകത്ത് അടിക്കുന്നു. ഇത് കണ്ടിട്ടാ ചോദിക്കണം, നബിയെ, ഓനെങ്ങാണോ ഒന്ന് കാലി നോക്കിയാ നമ്മളെ പിടിക്കൊല്ല നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു, നീ എന്തിനാ പേടിക്കണേ? ഓൻ കാലി നോക്കണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണമല്ലോ. ഓനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണമല്ലോ. നീ എന്തിനാ പേടിക്കണ? അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അതാ ചങ്ങാതി ഞാനും ചോദിക്കണേ, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എന്തിനാ പേടിക്കണേ? എവിടെ എവിടെ വിളിച്ചാ കേൾക്കുന്ന സ്ഥലത്തായിരിക്കണം അള്ളാഹ്. എന്താ ദൂരൊന്നും വിളിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പറ്റിയ കടന്ന് വിളിച്ച അടുത്തിരിക്കണത് അള്ളാഹ്. ഈ നരമ്പ് കണ്ണിന്റെ അടുത്തിരിക്കണ ഈ നരമ്പിന്റെ എത്ര അടുത്തിരിക്കണോ ഇതുപോലെ അള്ളാഹ് നമ്മുടെ അടുത്ത് അടുത്തിരിക്ക. വിളിക്കേണ്ടത് പോലെ ഒന്ന് വിളിച്ചു നോക്കുക, അള്ളാഹ് വിളി കേൾക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈമാൻ അളക്കുന്നതിന് വേണ്ടി അള്ളാഹു തരുന്ന ഒന്നാമത്തെ പരീക്ഷണം ഭയം അങ്ങോട്ട് തരും. ഭയന്ന് ജീവിക്കണം. ഇതൊന്നുമല്ല താടി വളർത്തിയവനെ നാളെ പിടിച്ചു
പിടിച്ച് കൂമ്പിനിട്ടിരിക്കണ ഒരു രംഗം വരാൻ പോവാ. ഇതൊക്കെ ഇനി വരാൻ പോവാ. അവിടെയൊക്കെ എന്തോ ജയ്ശ്രീമാന്ന് വിളിക്കാത്തവനെ കത്തിക്കണം. ഇത് അങ്ങല്ല, ഇനി ഇങ്ങോട്ട് വരാൻ പോവാ. എല്ലാം നേരെയാക്കിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് മടുത്തുടങ്ങിയ കുഴപ്പമില്ല. ഉള്ളത് പറയുമ്പോ ഇത്തിരി മടുക്കും. ഇത്തിരി ഉള്ളത് പറയുമ്പോ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചിലപ്പോ ഈ പ്രസംഗിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. സത്യം പറയില്ല, ഇവനെയൊക്കെ ഭയമൊന്നുമല്ല, ആരെയും ഭയക്കണമെന്നൊന്നുമല്ല. ചില കാര്യങ്ങൾ പറയുമ്പോ അറിയാതെ കൈവിട്ടു പോകും. ഒരു കഴിവിന്റെ പരമാവധി എല്ലാം പിടിച്ചു നിർത്തിയിട്ടാ പറയണതെങ്കിലും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ. രണ്ടാമത്തെ പരീക്ഷണം എന്തെന്നറിയുമോ? അള്ളാഹു വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു തരുന്ന രണ്ടാമത്തെ പരീക്ഷണം എന്താ? വൽജൂ. വിശപ്പ് കൊടുത്ത് റബ്ബ് പരീക്ഷിക്കുകയാ. ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമീങ്ങളോട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ പട്ടിണി കിടന്നിട്ടുള്ളതാരാ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ളതാരെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ലോകത്തിന്റെ നേതാവ് പട്ടിണി കിടന്നതുപോലെ ഒരൊറ്റ മനുഷ്യനും ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ പറമ്പിൽ നിൽക്കുന്ന പുല്ലു പറിച്ചു തിന്നിട്ടുണ്ടോ? സഹോദരാ, നമ്മളാരും തിന്നിട്ടില്ല. പക്ഷേ ആര് തിന്നെന്നറിയുമോ? സേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 കൊല്ലവാ പട്ടിണി കിടന്നത്. പുല്ലു പറിച്ചു തിന്നിട്ട്, വൃക്ഷത്തിന്റെ ഇലകളെ പറിച്ചു തിന്നിട്ട്, എന്തിന് ശരീരത്തിലൂടെ ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുവുണ്ടല്ലോ, ആ പുഴുവിനെ പോലും വിശപ്പ് കാരണം എടുത്ത് കടിക്കുകയാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാശിക്കുന്നത് പോലെ എന്റെ പ്രിയമുള്ള സഹോദരാ, മുത്തുനബിയും അവിടുത്തെ കുടുംബവും ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിൽ വരെ പട്ടിണി കിടന്നു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ, വയറ്റത്ത് തന്റെ അനുചരന്മാര് മുഴുവനും ഒരു കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ മുത്തുനബി 2 കല്ലാണ് വെച്ച് കെട്ടിയത്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ വിശന്ന് വലഞ്ഞ വയറുമായി മുത്തുനബി നടന്നു പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് നബിയേ? സഹിക്കുന്നില്ല നബിയേ, ഈ രംഗം കണ്ടിട്ട് സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് മലക്ക് ചോദിക്കുകയാ, ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, 89 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മല ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഒന്നനുവാദം താനബിയേ, ഒന്നനുവാദം താനബിയേ, ഈ മല ഞാൻ സ്വർണ്ണക്കട്ടയാക്കി തരാ നബിയെ. കൊണ്ട് നടക്കണ്ട, എവിടെ പോയാൽ പുറകെ നടന്നു വരും നബിയെ. ഒന്നനുവാദം താ നബിയെ. അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറഞ്ഞു, ജിബ്രീലേ, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ, വഅമിത്നി മിസ്കീനാ.
എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, എനിക്ക് പാവത്തിന് കിടന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, മോളെ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്ന് കരയുന്ന എത്രയോ പാവങ്ങള് ഞാനും നിങ്ങളും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം വിശന്നു വലന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാ. തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എനിക്ക് വിശക്കുന്നു ആയിഷ, കഴിക്കാ വല്ലതും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്നതിന്റെ മാവ് കൊണ്ട് ചോദിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ തല ഇങ്ങനെ കുനിച്ചു നിൽക്കുകയാണ്. കാരണം തന്റെ ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല. റസൂലുള്ളാഹിന്റെ കാര്യം മനസ്സിലായി, മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും ആയിഷ. ആയിഷ ബീബി കരയുകയാണ്. തന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. കുടിക്കാൻ പച്ചവെള്ളം പോലുമില്ല. തന്റെ ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ കുടിക്കാൻ ഇത്തിരി വെള്ളം പോലും കൊടുക്കാറില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പെങ്ങളെ, വീടിന്റെ അകത്ത് കിടന്നു കിടക്കുമ്പോ പ്രവാചകന്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ, മുത്തുനബിയുടെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് അവളത്തെ വയറിങ്ങനെ കൈകൊണ്ട് തടകുമ്പോ ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് മുത്തുനബിയുടെ മുഖത്തേക്ക് വീഴുമ്പോ റസൂലുള്ള ചെട്ടിയുണരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നെട്ടിയുണർന്നു. എന്തേ ആയിഷ, എന്തേ ആയിഷ, അങ്ങയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നബിയെ. പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നില്ലോ, നിന്നെ പോലെ ആഗ്രഹവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന ആയിഷ എന്ന ചെറിയ പെണ്ണുണ്ടല്ലോ. ആയിഷ ബീബിയുടെ ചരിത്രം എടുത്തു നോക്ക്. അവിടെന്ന് പറയുകയാണ്, എന്റെ വീടിന്റെ അകത്തെങ്ങാനും വിളക്കിന്റെ അകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണ എടുത്ത് ഞാൻ കുടിക്കുമായിരുന്നു സ്വാബ. അത്രയ്ക്കും വിശപ്പായിരുന്നു. വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകന്നില്ല എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം തന്റെ വീടിന്റെ അകത്ത് അല്പം മാവ്